എൻ്റെ സ്റ്റാർട്ടിങ് 600 ദിർഹേന് ശമ്പളം. യെസ്, ഐ ക്യാൻ. ലോണ് വാങ്ങുകയാണെങ്കിൽ വാങ്ങണതിന് കുഴപ്പമൊന്നുമില്ല. ആ പൈസ എന്തിനാണോ വാങ്ങുന്നത് ആറ് ജീവിതത്തിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഒരേമാതിരി ഇങ്ങനെ പോകില്ല ഗ്രാഫ്. അല്ലാതെ മറ്റേ വഹാബ് വണ്ടി വാങ്ങി ഞാനും വണ്ടി വാങ്ങാനുള്ള ചുറ്റുപാടും. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ്. കാരണം ഞാൻ ഇതിനൊന്നുമില്ല. ഇപ്പം എൻ്റെ ഒപ്പം എല്ലാവരും പോകാം, പരിപാടിക്ക് പോകാം. അതെ, 50,000 കാറ് വിറ്റിട്ടില്ലേ ഞാൻ ശരിക്കും വണ്ടി കച്ചവടക്കാരൻ തന്നെ പറയാം. പുതിയതായാലും പഴയതായാലും വണ്ടി കച്ചവടം ഒരു ബ്രാൻഡ്. ആൾക്കാർക്ക് പോകും എക്സൈറ്റ്മെന്റ്. ചില ഫിലിം കണ്ടില്ലേ മമ്മൂട്ടിന്റെ കൊല്ലലോ സുഖ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് നിങ്ങളെ മുന്നിലിരിക്കുന്നത്. കാരണം ഞാൻ ഔദ്യോഗികമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഒരു പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രശസ്തമായ വ്യക്തികൾ, നമ്മൾ ബഹുമാനിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി, പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തി അവരോട് നമ്മളെ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന വേളയിലാണ് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ വഹാബിക്കാണ്. ഞാൻ ചെറുപ്പം മുതലേ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച് ഒരു വേദിയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് ഞാൻ ഇനാഗ്രേഷനൊക്കെ ക്ഷണിക്കാം വഹാബിക്കാൻ്റെ നിലമ്പൂർ വീട്ടിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഇനാഗ്രേഷന് വഹാബിക്കാർക്ക് എത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്തു, ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം റിക്വസ്റ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് സമയം ചോദിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വഹാബിക്കാനോട് എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചെറിയ 1-2 ചോദ്യങ്ങൾ ഞാൻ വഹാബിക്കാനോട് ചോദിക്കാം. കാരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ കാണാൻ ആഗ്രഹിച്ചിരുന്ന ചെറിയൊരു കഥ ഉണ്ട് ഞങ്ങളിൽ. ഞങ്ങൾ നാട്ടുകാരൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിന് ഇജ ആരാണ് നിലമ്പൂർ വഹാബോ എന്ന് ചോദിച്ചിരുന്നു ഞങ്ങളോട്. കാരണം അത്രത്തോളം. എന്നിട്ട് ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തെന്നോ, ബൈക്ക് എടുത്തിട്ട് നിങ്ങളെ വീടിൻ്റെ അവിടെ വന്ന് അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഒരു 15 വയസ്സിൻ്റെ ടൈമിലാണ് ആ സമയം. കാരണം അന്ന് ലൈസൻസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങളെ കാണാനൊരു ആഗ്രഹം കൊണ്ട് അവിടെ വന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ മുന്നിൽ കിട്ടിയപ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചൊരു സമയമാണ്. അപ്പോൾ വഹാബിക്കാനോട് ഒരു നമ്മൾ ചാനലിൽ കൂടുതൽ വണ്ടിപ്രാന്തന്മാരായതുകൊണ്ടും വഹാബിക്ക പിന്നെ നമ്മളെ ബ്രിഡ്ജ് വേൻ്റെ ഓണറാണ്. ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ വന്നത് തന്നെ മേ ബാക്കിലാണ്. അപ്പോൾ ഒത്തിരി വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എടുത്ത വണ്ടി ഏതാണ് വഹാബിക്ക? ഞാൻ സ്വന്തമായിട്ട് എടുത്തൊരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു മോട്ടോർ ബൈക്ക്, സ്കൂട്ടർ. അത് ഏത് കാലഘട്ടത്തിൽ ഓർമ്മ ഉണ്ടോ? 1970. അത് പുതിയതാ വാങ്ങിയത് പഴയതാ വാങ്ങിയത്? കുറച്ച് പഴയത് ഏറ്റവും ചീപ്പായിരുന്നു അത്. കാരണം ഈ റോയൽ എൻഫീൽഡ് ഫെൻഡാബുലസ് എന്നതിന് പേര്. ഫെൻഡാബുലസ്. അത് കീ സ്റ്റാർട്ടറൊക്കെ ഉള്ളതാണ്. പിന്നെ അതിന് ചെയിനല്ല, ഒന്ന് ആക്സിലാണ്. അപ്പോൾ ആ വണ്ടി റോയൽ എൻഫീൽഡ് ഇറക്കിയത് കാണാൻ നല്ല ഭംഗി, സ്കൂട്ടറൊക്കെ ലാബിനേക്കാളും ഭംഗിയുണ്ട്. പക്ഷേ അതിന് തീരെ മാർക്കറ്റിലായിരുന്നു. അപ്പോൾ അത് പഴയൊരു വണ്ടി. എൻ്റെ വാപ്പൊക്കെ മരിച്ചപ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ ഇട്ട് നമ്മളവിടുന്ന് ബ്രോക്കർ ചന്ദ്രൻ ഉണ്ടായിരുന്നു നിലമ്പൂർ. അവൻ പറഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ പോകാം, ഒരു മോട്ടോർ ബൈക്ക് വാങ്ങാം. അപ്പോൾ ഞാൻ 18 വയസ്സല്ലേ, 19 വയസ്സ്. അപ്പോൾ 19 വയസ്സിലൊരു മോട്ടോർ സൈക്കിൾ വാങ്ങാൻ ത്രില്ലാണ്. അപ്പോൾ ആട് പോയി 950 റുപ്യക്ക്. വെറും 950 റുപ്യൻ്റെ ഇതാകെ 1000 റുപ്യ ഉള്ളൂ. അപ്പോൾ വണ്ടി വാങ്ങി മുഴുവൻ പൈസയും കൊടുത്ത് കോയമ്പത്തൂർ. അങ്ങനെ അത് ഓട്ടിയിട്ടുണ്ട്. നിലമ്പൂർ എൻ്റെ മുമ്പേ മോട്ടോർ സൈക്കിൾ ഓട്ടിയിട്ടില്ല. ഓൻ ഓട്ടി നിലമ്പൂർ വന്ന് നിർത്തി. അതിന് പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ സാധാരണ അന്നൊക്കെ സ്കൂട്ടറിന് ഗിയർ കയ്യുമ്മല, ഇത് കാലുമ്മലാണ് ഒന്നത്. പിന്നെ വേറെ പ്രത്യേകം എന്താണ്, ബ്രേക്കും കാലുമ്മലാണ്. വാങ്ങിയിട്ടാണ് പഠിച്ചത്. വാങ്ങിയിട്ട് അതിൻ്റെ പിന്നിലിങ്ങനെ പോന്നു. നിലമ്പൂർ കൊണ്ടുപോയി നിർത്തി. അവിടുന്ന് കണ്ട് ഞാൻ എടുത്തതാ. ആ പരിചയത്തിന് ഉമ്മാൻ്റെ ഒന്ന് ഉമ്മ ചോദിച്ചതിനോട് ചോദ്യം, ഈ എന്താ കണ്ടിക്കണത്? ഞങ്ങൾക്കൊന്നുമില്ലല്ലോ, പൈസയും കാര്യങ്ങളും സൗകര്യങ്ങളൊന്നുമില്ല. പാപ്പ മരിച്ച് നമ്മളെ വീട് കടത്തിലാണ്. അപ്പോൾ അതിന്ന് വാങ്ങിത്തരാതെ രജിസ്ട്രേഷൻ അത് ബാങ്കിൽ നിന്ന് പാപ്പ തുടങ്ങി 1960 മുതൽ 70 വരെ കടത്തിലെ ബാങ്ക്, അർബൻ ബാങ്കിൽ അതാണല്ലോ. വെക്കും, എല്ലാ കൊല്ലം പുതുക്കും. അതിൻ്റെ ഡോക്യുമെൻ്റ്, അതിൻ്റെ ആധാരം അവിടെ നിന്ന് എടുത്തോണ്ട അങ്ങോട്ട് എന്തേലും കാട്ടിക്കോന്ന് ഉമ്മ പറഞ്ഞു.
അപ്പോൾ ഞാൻ അതൊരു ചാലഞ്ചായി എടുത്ത് പാപ്പാനത്തിലെ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ വിറ്റ് ആദ്യം ഉമ്മാക്ക് അത് വാങ്ങിക്കൊടുത്തു. ആധാരം വാങ്ങിക്കൊടുത്തു. 5 പെൺകുട്ടികളുണ്ടായിരുന്നു, അതെ. ഞങ്ങൾ 9 ആളെ. അങ്ങനെയാണ് തുടങ്ങുന്നത് വണ്ടിയിട്ട്. പക്ഷേ ഉമ്മ വിചാരിച്ച മാതിരി സംഭവം നടന്നു വന്നു. എൻ്റെ കച്ചവടത്തിന് അത് വലിയ സൗകര്യമായി. അതെ, ഉമ്മ പറഞ്ഞ വാക്ക് ആദ്യം കേട്ടുകൊണ്ട്. അല്ല, കേട്ടില്ല. ശരി. ഉമ്മാന്റെ കൺസേൺ, ഉമ്മാന്റെ ഉത്കണ്ഠ കുട്ടികളെന്താവുന്നില്ലേ. പക്ഷെ എനിക്കത് മെച്ചപ്പെട്ട വന്നത് വാപ്പ മരിച്ചിട്ട് വാപ്പാന്റെ ചെറിയ ടയർ റീത്രെഡിങ് കച്ചവടത്തിനൊക്കെ പോകാനും ആളെടുത്ത് അങ്ങോട്ട് പോയി ചെന്ന് ടയർ ചോദിക്കാനും. അപ്പം നമുക്കൊരു 5% കമ്മീഷൻ കിട്ടും ഈ റീത്രെഡ് ചെയ്ത്. കോഴിക്കോട് ആനമാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിന്മേ കൂടുതൽ മെച്ചമായി തോന്നി, മെച്ചമായി കിട്ടി, അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ കച്ചവടത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. ആ 18-19 വയസ്സിൽ തന്നെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. 18 വയസ്സിൽ വാപ്പ 19 വയസ്സിൽ മരിച്ചു. 18 വയസ്സിൽ പിന്നെ ഈ കച്ചവടമായിരുന്നു. വാപ്പാൻ്റെ ചെറിയ സ്പെയർ പാർട്സ് കച്ചവടം. പിന്നെ വാപ്പാക്ക് ഇതുണ്ടായിരുന്നു, ഈ ടയർ റീത്രെഡിങ്ങിൻ്റെ ഏജൻസി. അതും പിന്നെ വാച്ച് റിപ്പയറിങ് ഇതായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ ഇൻവോൾവ് ചെയ്തു. സ്പെയർ പാർട്സ് ഒക്കെ നിർത്തി, ടയറിൻ്റെ കാര്യം കൂടുതൽ നോക്കി, വാച്ചിൻ്റെ കാര്യം നോക്കി. അങ്ങനെയാണ് ഞാൻ വണ്ടി വലിയ. കാരണം വാപ്പാക്ക് എനിക്ക് ഓർമ്മ വെച്ച മുതലേ വാപ്പാൻ്റെ ഇതൊരു വണ്ടി ഉണ്ടാവും. പൈസ ഒന്നും ഇല്ലെങ്കിലും ഒരു വണ്ടി ഉണ്ട്, അത് ടാക്സി ഓടും. അത് എനിക്ക് ഓർമ്മ വെച്ചുള്ളത് ഒരു സ്റ്റുഡി ബേക്കർ ചാമ്പ്യൻ എന്നാണ്. 1952 മോഡലായിരുന്നു. വാപ്പാൻ്റെ അത് കിട്ടുമ്പം അത് 54-55 ലിറ്റർ കിട്ടുന്നത്. നിലമ്പൂർ ടാക്സി ഓടുന്നുണ്ട്. നിലമ്പൂർ വാപ്പാൻ്റെ മലയുണ്ട് കോഴിക്കോട്. മൂപ്പര് വലിയ സ്പെയർ പാർട്സ്. വാപ്പ ചെറുപ്പത്തിൽ സുഹൃത്തായിരുന്നു. മൂപ്പര് രാജ്യം വിട്ടു പോയി കോഴിക്കോട് ചെറിയ സ്പെയർ പാർട്സൊക്കെ ക്ലീനിങ്ങും മറ്റൊക്കെ തുടങ്ങിയ പാർട്സ്. ഇരുമ്പാജി എന്ന് പറയുന്ന പെണ്ണ ഭയങ്കര വലിയ പൈസക്കാരനായി മാറി. അയാൾ വാപ്പാൻ്റെ ചെറുപ്പത്തിൽ വാപ്പാനെ സഹായിക്കാൻ ഒരു വണ്ടി എപ്പോഴും കൊടുക്കും. അതിന് ഇത് മറ്റേതിട്ട് ഈ ഫൈനാൻസ് ഇട്ടിട്ട് സീട്ടടവ്. അപ്പോൾ അത് വാപ്പ അങ്ങനെ അടച്ചവിടെ അങ്ങനെ ഓടി. അങ്ങനെയാണ് ഞങ്ങളുടെ ചെറുപ്പം മുതലേ വണ്ടിയുണ്ട്. പക്ഷെ അതിന് പൈസ ഉണ്ടായിട്ടില്ലെന്ന്. കാരണം അതിന് ചിലവും കാര്യങ്ങളും. ഈ പഴയ വണ്ടികളല്ലേ, വിദേശ വണ്ടികളൊക്കെ. ആദ്യമായിട്ട് വാപ്പ ഒരു ഇന്ത്യൻ വണ്ടി വാങ്ങിയത് നമ്മളെ ഹിന്ദുസ്ഥാൻ്റെ 52 ഉണ്ടായിരുന്നു. 52 ഹിന്ദുസ്ഥാൻ സൈഡ് വാൾവാ. ഓവർ ഹെഡ് വാൾവും സൈഡ് വാൾവും. അങ്ങനെ അംബാസഡറിലാണ് ഓവർ ഹെഡ് വാൾവ് ആദ്യമായിട്ടായിരുന്നു. OHV. അങ്ങനെ അതാണ് ആദ്യത്തെ ഇന്ത്യൻ വണ്ടി വാങ്ങി. പിന്നെയും അത് കൊണ്ടുപോയി വിറ്റ് മൈസൂരൊക്കെ പോയിട്ട് ഈ പഴയ റിനോ അല്ലെങ്കിൽ വാക്സോൾ ഇങ്ങനത്തെ പല വണ്ടികളും അവിടുന്ന് വാങ്ങും. മൈസൂർ രജിസ്ട്രേഷനൊക്കെ ഉള്ള ഇവിടെ കൊണ്ട് കുറച്ച് നേരം ഓട്ടും. ഇങ്ങനെ സ്പെയർ പാർട്സൊന്നും കിട്ടൂല. അത് സ്പെയർ പാർട്സ് ഉണ്ടാക്കാൻ ഒരു ശിവരാമൻ തന്നെ ഒരു കൊല്ലുണ്ടായിരുന്നു. ഏതും ഉണ്ടാക്കും. അങ്ങനത്തെ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെറുപ്പം മുതലേ വണ്ടിയായിട്ട് ബന്ധപ്പെടുന്നത്. അത് വണ്ടിയായിട്ടാണ്. അപ്പം ഞാൻ ടാക്സി സ്റ്റാൻഡിൽ പോകുമ്പോൾ ആ പറയും, നോ ടാക്സി സ്റ്റാൻഡിൽ പോകരുത്, അവിടുത്തെ ചുറ്റുപാടും കൂട്ടുകെട്ടൊന്നും വേണ്ട. പക്ഷേ എനിക്ക് ഡ്രൈവിങ് അറിയണം, പഠിക്കണം. അപ്പോൾ നമ്മളവിടെ പോയിട്ട് നിന്നിട്ട് നമ്മളെ ഡ്രൈവറെ സോപ്പിടും. എന്നിട്ട് ആശുപത്രി റോട്ടിൻ്റെ ആ മുകളിൽ നിന്ന് താഴത്തേക്കൊക്കെ ഇങ്ങോട്ട് വരും, ന്യൂട്രലിൽ വരും. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഡ്രൈവിംഗ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഈ പ്രവാസ ലോകത്തേക്ക് പോയ വലിയ കഥകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അത് എത്രാമത്തെ വയസ്സിലാണ് ഞാൻ പോണത്? എൻ്റെ 1974 ജനുവരി എന്ന് പറഞ്ഞാൽ എനിക്ക് 22 വയസ്സ്. അത് ഫ്ലൈറ്റിനാണോ കപ്പലിനാണോ? കപ്പലിലാണ് പോണത് അല്ലേ? എത്ര ദിവസം എടുത്ത്? 5 ദിവസം എടുത്തിട്ടാണ്. എവിടെ? സൗദിയിൽ? അല്ല ദുബായിൽ ഇറങ്ങണത്. എന്നിട്ട് പിന്നെ വന്നതിന് ശേഷമാണോ കാറ് വാങ്ങുന്നത്? അന്ന് 74 ഞാൻ പോയി. 75 വന്നപ്പോൾ അടിയന്തരാവസ്ഥയായിരുന്നു. അന്ന് എൻ്റെ കാരണവലിക്ക് എന്നെ കച്ചവടത്തിലൊക്കെ ആക്കിയ ആൾക്ക് വണ്ടി ഉണ്ട് ഇവിടെ, പിന്നെ മണ്ണാർക്കാട് ചൂരിയോട് അവിടെ വണ്ടി ഉണ്ടായിരുന്നു, അംബാസഡർ. അപ്പോൾ അടുത്തിങ്ങനെ പോകും. പിന്നെ 75 വന്നു. ഞാനിന് സ്വന്തമായിട്ടൊരു വണ്ടി പിന്നീട് വാങ്ങുന്നത് ഒരു 1980 നമ്മുടെ എന്താ പറയുക, അംബാസഡറിൻ്റെ ഡീസൽ വണ്ടി. അന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. നമ്മളെ മദ്രാസിൽ മഞ്ചേരി ഒരു ആളിനെ കുഞ്ഞാമതാക്ക എന്ന് പറഞ്ഞൊരു വണ്ടി കച്ചവടക്കാരൻ. മൂപ്പർ എനിക്ക് ആദ്യമായിട്ട് ഒരു വണ്ടി
തന്നത്. അവിടുന്ന് കൊടുത്തിട്ട് അല്ല, മദ്രാസ് അഡ്രസ് കൊടുത്തിട്ട് TMO രജിസ്ട്രേഷൻ ആ അത് കൊടുന്ന് എനിക്ക് തന്നു. തന്നു. ആ വണ്ടി പിന്നെ കേരള രജിസ്ട്രേഷനാക്കി. ആ വണ്ടിയാണ് ഇപ്പം നമ്മുടെ വീട്ടിലുള്ളത്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴുണ്ട്. ഒരു ദിവസം വരുമ്പോൾ ഒന്ന് കാണണം. അത് നമുക്ക് പ്രത്യേകം ഷൂട്ട് ചെയ്യണം. അത് 80 മോഡൽ അല്ലേ? 80 മോഡൽ. അത് അന്ന് മദ്രാസിൽ നിന്ന് പുതിയതാ വരുന്നത്. പുതിയത് വന്ന് പുതിയ ഡീസൽ എഞ്ചിൻ കയറ്റിയതല്ല. ഒറിജിനൽ ഈ പിന്നെ അംബാസഡറിന്റെ ഒറിജിനൽ ഡീസൽ എഞ്ചിൻ ഫിറ്റ് ചെയ്തിട്ട് വരുന്ന നമ്മൾ കാറ്റലായിരുന്നു. ഇത് ഒറിജിനൽ കമ്പനി തന്നെ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടികൾ. പിന്നെ അതിൽ നിന്ന് ഓർമ്മ ഉണ്ടോ അടുത്ത വണ്ടി? ഇവിടെ നാട്ടിലോ? അല്ല, നാട്ടിൽ പിന്നെ അധികം വണ്ടികൾ ഞാൻ വാങ്ങണതൊക്കെ പിന്നെ അവിടെ പ്രവാസത്തിൽ ഞാൻ പിന്നെ ആദ്യം വണ്ടി കൊണ്ടുവരും. അവിടുന്ന് കൊണ്ടുവരും. ആദ്യമായിട്ട് വണ്ടി കൊടുന്നു ടൊയോട്ട കൊറോള. അത് കൊടുന്നു, ഇറക്കി. അതിന് തിരുമതിക്ക് നിർബന്ധം, ഓട്ടാര അയക്കാതെ ഫോം വാങ്ങി. പിന്നെ ഞാനൊരു മസ്ദ 626 കൊടുന്നു. അങ്ങനെ ആദ്യം ഇതൊക്കെ ഇവിടുന്നത്. പിന്നെയാണ് ബെൻസൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട്. അപ്പം ചെറിയൊരു വണ്ടിപ്രാന്തനല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. അന്ധകാലം മുതൽ നമ്മളൊക്കെ, ഞാനൊക്കെ ജനിക്കണീൻ്റെ മുന്നേ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രവാസികളെ നാട്ടിൽ കേരളത്തിലില്ലാത്ത വണ്ടികൾ അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഭയങ്കര വൈറലാവുന്നുണ്ട്, ഭയങ്കര ചർച്ചയാവുന്നുണ്ട്, കുറേ ആൾക്കാർ കാണുന്നുണ്ട്. ഇത് അന്നത്തെ കാലത്ത് ചെയ്ത ഒരാളാണ് നമ്മളെ മുന്നിലുള്ളത്. പിന്നെ ഈ മെർസിഡീസിൻ്റെ ഷോറൂമൊക്കെ തുടങ്ങണത് എന്നാണ്? അടുത്തല്ല, ഇപ്പം അടുത്ത്. 5-8 കൊല്ലം, എക്സാക്ട്ലി ഡേറ്റ് ഓർമ്മയില്ല. അതെ. അപ്പോൾ നമ്മളൊക്കെ ചില ആളുകൾ പറയും എനിക്ക് കഴിവില്ല, എൻ്റെ ഫാമിലി സഹായിക്കാനില്ല, ആരോഗ്യമല്ല, അല്ലെങ്കിൽ തറവാട് മുതലുകളില്ല ബിസിനസ് ചെയ്യാനെന്നൊക്കെ പറയും. അപ്പോൾ 950 രൂപക്ക് ബൈക്ക് വാങ്ങുമ്പോൾ വാബുഖാൻ്റെ കയ്യിൽ 1000 രൂപയാണ്. ഞാൻ അത്രത്തോളം കാണാൻ ആഗ്രഹിച്ചു. റോൾ മോഡൽ എന്ന് നമ്മൾ പറയുമല്ലോ, നമ്മളൊരു ബിസിനസ്സിൽ റോൾ മോഡലാക്കുക എന്ന് പറയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ സ്ഥാനത്ത് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ഉണ്ട് ഇതിൽ, അല്ലേ ബാബുക്ക? അങ്ങനെ പറയുന്ന ഒരാൾക്കൊരു ഉപദേശം, അതായത് ഇപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എനിക്കൊക്കെ ഭാഗ്യമുണ്ട്, തലവരെ നന്നാവണം. പിന്നെ ചില ആൾക്കാർ വിചാരമുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് കുറേ പൈസ തന്നിട്ട് ഇത് പോയി കച്ചവടം ചെയ്തോ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി കാത്തിരിക്കണ കുറേ ആളുകൾ, യുവാക്കളുണ്ട് പേടിച്ച് നിൽക്കണം. അവരോടുള്ളൊരു ഒരു ധൈര്യം കൊടുക്കുക. നമുക്ക് കിട്ടിയ ചാൻസ് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആത്മാർത്ഥമായിട്ട് കമ്മിറ്റഡായിട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാർട്ടിങ് 600 ദിർഹേന് ശമ്പളം. 600 ദിർഹം മാസം ഇൻറ്റു 12 കൊല്ലം ഇൻറ്റു ഞാനൊരു 10-40 കൊല്ലം കഴിഞ്ഞാൽ തന്നെ 10-60 വയസ്സാകുമ്പോൾ ഇത്രയാണ് എൻ്റെ വരുമാനം എന്നല്ല കണക്കൂട്ടുണ്ടായി. നമ്മൾ ഏത് ജോലി കയറിയാലും എനിക്ക് 10,000-ഓളം ആൾക്കാർ ഡയറക്റ്റായിട്ട് ജോലി ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇതിൽ ഒഴിഞ്ഞിട്ടാണ് മക്കളെ നോക്കുന്നുണ്ടെങ്കിൽ അവർ ചെല്ലുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു സെയിൽസ്മാൻ ഒരു വണ്ടി വിറ്റാലേ കുറച്ച് വല്ലതും കിട്ടുള്ളൂ അധികം, പിന്നെ 2 വണ്ടി വിറ്റാൽ കുറച്ചുകൂടിയും കിട്ടും. ഇതല്ല നിങ്ങളുടെ അവസാനം, അല്ലെങ്കിൽ എൻ്റെ ഇൻഡസ് മോട്ടോഴ്സ് അല്ല നിങ്ങളുടെ അവസാന. അതിൽ പല ആൾക്കാരും വന്നിട്ട് ഒരാളെ കയറുള്ള മോൾക്ക്. അതെ, നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പോയിക്കൊണ്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ആ പൈസ നോക്കാൻ ഓണസ്റ്റായി ചെയ്താൽ നമുക്ക് അടുത്ത വരും. അത് നമ്മളെ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ. അതിൻ്റെ തലവരാന്നോ ഭാഗ്യെന്നോ പടച്ചോൻ്റെ ലക്കെന്ന് പലതും പറയാനുണ്ടെങ്കിലും നമ്മൾ കിട്ടുന്ന അവസരം ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്യണം. അവിടെ മുതലാളി കാണുമ്പോൾ മാത്രം പണികളല്ല. അപ്പോൾ അത് നമുക്കും തന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കും തന്നെ ആകണം എന്നില്ല. ആ ആഗ്രഹം അല്ലെങ്കിൽ ആർത്തി വേണം. നമുക്ക് ഒരു ദാഹം വിശപ്പ് വേണം. അല്ല അങ്ങനെ എല്ലാതും മതി. ഇത് പോരാ, എന്താ ബാക്കി കഴിഞ്ഞ് ബാക്കി 100 ദിർഹം 50 ദിർഹം ഉണ്ടോ എന്നാൽ പേർക്കും കൊടുത്ത് അങ്ങനെ ആ ഒരു അവസ്ഥയിലാകരുത്. നമ്മളെ മനസ്സെപ്പോഴും പ്രത്യേകിച്ച് മാറ്റം പെട്ടെന്നാണ്. നമ്മുടെ ചെറുപ്പത്തിൽ മാറ്റം 25-50 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം അതല്ല, എവരി ഇയർ ചേഞ്ചസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മോട്ടിവേഷനും കാര്യങ്ങളും ഇപ്പം ഉണ്ട്. പുതിയ കുട്ടികളെ, പുതിയ ജനറേഷനുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് എപ്പോഴും ഞാൻ പറയാറുള്ളത്, നമ്മൾ ഏതിനാണോ കയറുന്നത് കിട്ടിയ അവസരം നന്നായി. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ആരോഗ്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വിഷമം അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരാളെ ഉയർത്താൻ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. കുടുംബത്തിലൊക്കെ അങ്ങനെയാണ്. ഏട്ടനഞ്ചന്മാരും പലതും ഉണ്ടാവും, പല രൂപത്തിലാണ്.
അതിനെ അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കണം. അതെ, നമുക്ക് ആയിട്ടൊരിത് വരും, മറ്റുള്ള കുറ്റം പറഞ്ഞിങ്ങനെ നിന്നിട്ട് അവൻ്റെ മാതിരിയായി അവൻ്റെ വേണ്ട മറ്റത് മറിച്ച് നമ്മളെ സാധാരണ ഇത് മാറിയിട്ട് യേസ് ഐ ക്യാൻ, അതെ, നമുക്ക് സാധിക്കും, നമ്മളെ ടീമിനെ കൊണ്ട് സാധിക്കും. അപ്പം നമ്മളെ ചുറ്റും ടീം ഉണ്ടെങ്കിൽ അവരൊക്കെ ഒപ്പം കൂട്ടിയിട്ട് അവരൊക്കെ ഒരു ടീമാക്കിയിട്ട് അവിടെ മുന്നോട്ട് പോയാൽ മിക്കവാറും വിജയിക്കലുണ്ടായാലും. തീർച്ചയായിട്ടും ചിലതിപ്പോൾ നമ്മളതിനിപ്പോൾ എന്ത് പേര് പറഞ്ഞാലും നമ്മളെ വിധി എന്നാൽ സമാധാനിക്കുക. പക്ഷെ എപ്പോഴും ഞാൻ പറയല്, എല്ലാവരോടും പറയല്, എൻ്റെ ബാക്കിയുള്ളവരോടൊക്കെ പറയും, ലോണ് വാങ്ങുകയാണെങ്കിൽ വാങ്ങണതിന് കുഴപ്പമൊന്നുമില്ല. ആ പൈസ എന്തിനാണോ വാങ്ങുന്നത് അതിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇവിടെ സ്ഥലമുണ്ട്, അവിടെ സ്ഥലമുണ്ട്, അവിടെ 40 ലക്ഷം കൊടുത്താൽ ഒരു വായിച്ചു കഴിഞ്ഞാൽ 80 ആവും. ഈ കാറും വിറ്റുന്ന അതിന് വന്ന് 10,000, 10,000, 5,000 കിട്ടിയിട്ട് എന്ത് കാരാ കിട്ടുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. പക്ഷെ നമ്മൾ എന്തിനാണോ ലോൺ എടുത്തിട്ടുള്ളത് അതിൽ വർക്കിംഗ് ക്യാപിറ്റലിനെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് വേറെ ബിൽഡിംഗ് കിട്ടാൻ പറ്റില്ല. നമുക്ക് വർക്കിങ്ങിനുള്ള പൈസ വർക്കിംഗ് ക്യാപിറ്റലിന് വേറെ ലോണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. നമ്മൾ വേറെ ആൾക്കാരെ അങ്ങനെ ഉണ്ട്, ഓൻ മറ്റേ വണ്ടി വാങ്ങും, അപ്പം പൊളിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ധാരണ ഉണ്ട്, കുറച്ച് പൈസ പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും നല്ല വണ്ടി എടുത്ത് ഞാൻ പൊളിഞ്ഞിട്ടില്ല എന്ന് കാണിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളിലാണ് വലിയ അപകടത്തെ. അപ്പോൾ ബാങ്കിനെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ മാന്യമായ പലിശക്ക് വാങ്ങാൻ നോക്കിക്കഴിഞ്ഞ് കിട്ടുന്നത് അതിന് മാത്രം ചിലവഴിക്കുക. പിന്നെ മറ്റാർക്കും വെറുതെ അവിടെയും ഇവിടെയും ഗ്യാരണ്ടി ഒപ്പിടാതെ. അത് വലിയൊരു പോയിന്റ്. കാരണം പൈസ കൊടുത്തോ, പൈസ കയ്യിൽ എത്രയും കൊടുത്തു, അതല്ലേ പോവല്ലേ. പക്ഷെ നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ നമ്മളത്തൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും നമുക്ക് ബാധ്യത. ടെൻഷനല്ല, ബാധ്യത വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളൊരാൾക്ക് 10 ലക്ഷം രൂപ ഒന്നുമല്ല ഇട്ട് കൊടുത്തു. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് വേണ്ടത് ചിലപ്പം 1 കോടി ആയിട്ടുണ്ടാവും. അതിൻ്റെ ബാധ്യത നമ്മൾ ഒപ്പിട്ടിട്ട് നമുക്ക് വരും. അപ്പം നമ്മളിത് പൈസ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഗ്യാരണ്ടി കഴിയുന്നതും കൊടുക്കാതെ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ എടുത്തു കൊടുക്കുക. അല്ല, പൈസ നമ്മളിപ്പം 3 ലക്ഷം റുപ്യൊക്കെ ഒരാൾക്ക് 3 ലക്ഷം റുപ്യ മാറ്റി വെക്കുക. ആ 3 ലക്ഷം പോവുള്ളൂ. കിട്ടില്ലെങ്കിൽ മറ്റേ അത് 30 ആകുമ്പോൾ നമുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മളാകെ മാനസികമായിട്ടും ഒക്കെ. അപ്പം അതുകൊണ്ട് സാമ്പത്തിക ഡിസിപ്ലിൻ അക്കൗണ്ട് നമ്മൾ പഠിക്കണ്ട, വളരെ സിമ്പിളാണ്. അതൊക്കെ മറ്റേ ആൾക്കാർ നമുക്ക് നല്ല കിട്ടും. അല്ല, നമ്മൾ ജനറലായിട്ട് കാണേണ്ടത് നമ്മളത് എത്ര പൈസ ഉണ്ട്, ആ പൈസക്ക് എക്സ്ട്രാ പൈസക്ക് താഴത്തെ നമ്മളെ ലക്ഷറി സാധനങ്ങളൊക്കെ വാങ്ങാവൂ. ഞാനൊരു വണ്ടി വാങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടി വാങ്ങാനുള്ള പൈസ എൻ്റെ അടുത്ത് സ്വന്തമായിട്ടുണ്ട്. എനിക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോൺ എടുത്ത് EMI അടക്കാം എന്നൊരു വ്യക്തമായ കാഴ്ചപ്പാട് വേണം. അല്ലാതെ മറ്റേ വഹാബ് വണ്ടി വാങ്ങി ഞാനും വണ്ടി വാങ്ങാനുള്ള ചുറ്റുപാടൊന്നും വാങ്ങരുത്. അപ്പോൾ വലിയൊരു ഉപദേശമാണ് കിട്ടിയത്. അതേപോലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, വലിയ അച്ചീവ്മെൻറ്റുകളും വഹാബ്ക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ല പ്രതിസന്ധി ഘട്ടങ്ങളും ഒരു സംരംഭകൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ഒരു ന്യൂസ് ഞാൻ വായിച്ചിരുന്ന ഒരു 50,000 കാറുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് വഹാബ്ഖാൻ്റെ പോവാണ്. അപ്പോൾ അത്തരം മുഹൂർത്തങ്ങൾ വരുമ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കിടൽ? ഒരു ഓവർ ആയിട്ട് കോൺഫിഡൻ്റ് എല്ലാവരെയും കൂട്ടി ആഘോഷിക്കാറുണ്ടോ? എങ്ങനെയാണ് അച്ചീവ്മെൻറ്റുകളെ നോക്കി കാണാറ്? ജീവിതത്തിലെ ആറ് ജീവിതത്തിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഒരേ മാതിരി ഇങ്ങനെ പോകില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ അപ്പും കുറച്ച് ഡൗൺസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നിലം തൊട്ടിട്ടില്ല. നമ്മള് ബേസ് കണക്കൂട്ടിൽ എന്താ അറിയോ, നമ്മൾ ബോംബെയിൽ നിന്ന് കപ്പൽ കയറിയതാണ് നമ്മളെ ബേസ്. മനസ്സിലായി? നമ്മളെ ബേസ് വളരെ താഴെ ആയതുകൊണ്ട് എത്ര ചെറിയ പെർസെൻറ്റേജ് കിട്ടിയാലും നമ്മൾ സന്തോഷമാണ്. നേരെ നമ്മളെ ബേസ് ഇവിടെയാണ്. പിന്നെ മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടും, എനിക്കാ ബുദ്ധിമുട്ടില്ല. കാരണം ഓലൊക്കെ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാരാണ്. അപ്പോൾ അവർ സാമ്പത്തികമായി സൗകര്യത്തിലാണ് വളർന്നത്. അപ്പോൾ അവരുടെ ഗ്രാഫ് വളരണമെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്ക്. നമുക്കൊന്നുമില്ല, 0 എന്ന് തുടങ്ങണത്. അപ്പോൾ 0 എന്ന് തുടങ്ങാൻ അപ്പോൾ അതിൽ കുറേ കയറി, കുറച്ച് ഇറങ്ങി, പിന്നെ കയറി, പിന്നെ ഇറങ്ങി. ഇപ്പം ഞാൻ ഇങ്ങനെയാണ്. കാരണം ഞാൻ ഇതിനൊന്നുമില്ല. ഇപ്പം എൻ്റെ ഒപ്പം എല്ലാവരും പോകാം, പരിപാടിക്ക് പോകാം, അവിടെ ബിസിനസ് ഉണ്ടോ ഇല്ലേ നോക്കണമെന്നില്ല. ഒരുപാട് വർഷം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പേരിക്കണത്.
ഇപ്പൊ ഈ 50,000 കാറ് വിൽക്കുന്നത് അപ്പൊ അതെങ്ങനെ കൈകാര്യം ചെയ്യണത്? അല്ല, അതൊക്കെ മക്കളുണ്ട്. ഇപ്പോൾ മക്കളുണ്ട്. ഞാനുള്ളന്ന് ഞങ്ങൾ 13 കൊല്ലം തുടർച്ചയായിട്ട് മാരുതിയിൽ നമ്പർ 1 ആയിരുന്നു. നമ്പർ 1 ആയിരുന്നു. ഇൻഡസ് ആയിരുന്നു. പിന്നെ ഇടക്കാലത്ത് നമുക്ക് വെള്ളപ്പൊക്കം വന്നു, നമ്മളെ കേരളത്തിലെ ഇത് മാറി, ഗൾഫിൽ നിന്ന് പൈസ വന്നു. 2019 അല്ലേ അത്, 19, 20, 21. അന്ന് നമ്മൾ ആന്ധ്ര ഒരു വലിയ ഇതായിരുന്നു. അപ്പോൾ ആന്ധ്രക്കാരൊക്കെ വലുതായി. നമ്മളെ നമ്പർ വല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളെക്കാളും കൂടുതൽ ആന്ധ്രക്കും ഗുജറാത്തിനൊക്കെ ഇത് വന്നു. ഇപ്പൊ 2025 നമ്മളാണ് ഇനി 2000 ഇതിന് മുമ്പ് തന്നെ നമ്മൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മൾ തന്നെയാണ് നമ്പർ ഇന്ത്യയിൽ നമ്പർ 1. കഴിഞ്ഞ പ്രാവശ്യം 40,000 വിറ്റപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ മാരുതി 50,000 വിൽക്കണം. ഇപ്പം നമ്മൾ 45,000 കഴിഞ്ഞ മാസം ജനുവരി 31-ാം തീയതി 45,000 കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് 5,000 കൂടി കാറ് വിറ്റാൽ അവർ പറഞ്ഞ 50,000 കാറ്. അപ്പേ നമ്മളെ പോഡ്കാസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിന്റെ ഭാഗ്യങ്ങളൊന്ന് ആലോചിക്കണം. 50,000 കാറ് വിറ്റിട്ടില്ലേ, ഞാൻ ശരിക്കും വണ്ടി കച്ചവടക്കാരൻ തന്നെ പറയാം. പുതിയതായാലും പഴയതായാലും വണ്ടി കച്ചവടം ഒരു ബ്രാൻഡിന്റെ ഇൻഡസിന്റെ കേട്ടോ, ബ്രിഡ്ജ് വേ വേറെ ഉണ്ട്. അപ്പൊ 50,000 കാറ് ഒരു വർഷത്തിൽ വിറ്റ് ട്രൂ വാല്യൂ വിറ്റ് സെക്കൻഡ് ഹാൻഡ് വിറ്റ് വേറെ ഉണ്ട്. അതെ. അപ്പോൾ പിന്നെ ഇൻഡസിന് ട്രൂ വാല്യൂ ഉണ്ട് കേട്ടോ, സെക്കൻഡ് ഹാൻഡ് കാറുകളും ഉണ്ട്. അപ്പോൾ അത് അതുകൊണ്ട് റെന്റേ കാർ വേറെ ഉണ്ട്. അപ്പോൾ അത്രയൊരു അഭിമാന നിമിഷത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇനി ഒരു കാര്യം പാട് ചോദിക്കട്ടെ. ഇപ്പോൾ ബിസിനസ്സുകാർ, ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരെ നമുക്ക് ആത്മഹത്യ ചെയ്തതായിട്ട് കണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇനാഗ്രേഷൻ ചെയ്തപ്പോൾ ഒരുപാട് ടെൻഷൻസിലുണ്ടായിരുന്നു, ഓടി നടക്കുകയാണല്ലോ. അപ്പോൾ ഈ ബിസിനസ്സുകാർക്ക് ഓവർ ടെൻഷൻ വരുമ്പോൾ ഇവർ എടുക്കേണ്ട ഇപ്പോൾ ഈ പെട്ടെന്ന് ബിസിനസ്സുകാരെ മനസ്സ് വേദനിക്കുക, ആത്മഹത്യ ചെയ്യുക, ഇതിനൊക്കെ പോകാൻ കാരണം അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാതിരിക്കാനൊരു ടെക്നിക്ക് നേരിടാനൊന്നുമില്ല. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടേ, ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു പരാജയം കൊണ്ടാണ് അല്ല. അതിപ്പോ നിങ്ങൾ പറഞ്ഞ ഉദ്ദേശിക്കുന്ന ആൾ ഇപ്പൊ നമ്മളെ കോൺഫിഡൻറ്റ് റോയിയാണ്, പേരെന്നെ പറയാം. അതിനു മുമ്പും പല ആൾക്കാർ, അതിനു മുമ്പ് നമുക്ക് പറയുകയാണെങ്കിൽ കോഫി ഡേ അല്ലേ, കഫേ കോഫി ഡേ, അതിൻ്റെ സംരംഭകൻ കർണാടകക്കാരൻ പെട്ടെന്ന് അത് ബിസിനസ്സിൻ്റെ താഴെയും കുറവൊന്നുമല്ല. ഇവർക്ക് ബേസിക്കലി നമുക്കൊക്കെ പ്രോബ്ലം ഉണ്ട്, മനസ്സിലായോ? എല്ലാവർക്കും കുറച്ച് മാനസികമുണ്ട്, അതിൻ്റെ ഏറ്റക്കുറച്ചിലാണ്. അപ്പം ചില ആൾക്കാർക്ക് ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ നേരത്തെ, നിങ്ങൾ എക്സൈറ്റ്മെന്റ് 50,000 കാറ് ചില ആൾക്കാർക്ക് ഇങ്ങനെ പോകും എക്സൈറ്റ്മെന്റ്, മനസ്സിലായോ? അതേസമയം വേറെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് പോകും, മനസ്സിലായില്ലേ? അപ്പം ഇത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന, പടച്ചോ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇതൊക്കെ കെമിക്കൽ ചേഞ്ചസ് ആണ് ബ്രെയിനിൽ, അല്ലാതെ നമ്മൾക്ക് ഉണ്ടാക്കണമെന്നല്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ചില ആൾക്കാർ ടെക്നിക്സും കാര്യങ്ങളും മാനസിക പിന്നെ എന്താണ് കൗൺസിലിംഗ്, പിന്നെ ചില മരുന്നുകളുണ്ടോ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് ഇതൊരു ബിസിനസ്സായിട്ട് ബന്ധം. ആ ബിസിനസ്സുകാരനാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും, ബിസിനസ് അല്ലാത്ത ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പം ആത്മഹത്യ എന്നുള്ളത് ഒരു അസുഖമാണ്, മനസ്സിലായില്ലേ? നമ്മളെ ഇപ്പം ഞാൻ ഡയബറ്റിക്കാണ്, മനസ്സിലായോ? ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡറാണ്, നമ്മളെ പാങ്ക്രിയാസ് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ ആത്മഹത്യ എന്നുള്ളത് നമ്മളെ ബ്രെയിനിലെ ഒരു കെമിക്കൽ ആക്ഷൻസ് ആണ്, റിയാക്ഷൻസോ ആക്ഷൻ, ചില ഹോർമോൺ, ചില സംഗതി വരും, കൂടും, കുറയും. ഇതിനൊക്കെ ഇത് ഉള്ള ആൾക്കാരെ ആദ്യം മനസ്സിലാക്കിയാൽ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവരൊക്കെ കുറേയൊക്കെ കൗൺസിലിങ്ങിലും കുറേയൊക്കെ മരുന്നിലും ശരിയാ മൂഡ് ശരിയാക്കാറ്. ഇതുണ്ടാവില്ല, ഇപ്പോൾ സൈക്കോമാനിക് ഡിപ്രഷൻ എന്ന് പറയും. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ സന്തോഷം വന്നാൽ അത്യധികം സന്തോഷിക്കും, പക്ഷെ അവർ ആഘാതം വന്നു കഴിഞ്ഞാൽ ടോട്ടലി ഡൗണോ. അപ്പോൾ അവർക്ക് തോന്നും മരണം, 1-2 ദിവസം ഉറക്കം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് തോന്നും ഉറങ്ങാതെ രാത്രി നിന്നാൽ 2 ദിവസം നിന്നാൽ പിന്നെ നമുക്ക് ഉറക്കാനുള്ള വലുത്. അപ്പോൾ അതിനുള്ള ഗുളിക കഴിച്ച് ഉറങ്ങുന്നതിന് പകരം ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കൂലെങ്കിൽ ഇത് നമുക്ക് മരണമാണ് സുഖം. ചില ഇപ്പോൾ ഫിലിം കണ്ടില്ലേ മമ്മൂട്ടിൻ്റെ കൊല്ലലോ സുഖ അല്ലേ, ഞാൻ കണ്ടു പോയി. അപ്പം എന്ന പോലെ അത് കൊല്ലൊരു സുഖമുള്ള കേസാണ്. റിപ്പർ കില്ലർ എന്നല്ല, റിപ്പർ അല്ലേ എന്നൊക്കെ പറഞ്ഞ. അപ്പം അതൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. ഇത് അവർക്ക് മനസ്സിന് സുഖമാണ്. അപ്പോൾ മരണം എന്നുള്ള സുഖമായി തോന്നുകയാണ്.
അപ്പോൾ ആത്മഹത്യ ചെയ്യും. അപ്പം അതിനെ അങ്ങനെ എടുത്താൽ മതി. അല്ലാതെ കച്ചവടത്തിൽ തകരാറായതുകൊണ്ടാണ്, ED റെയ്ഡ് ചെയ്തുകൊണ്ടാണ്, എന്തൊക്കെ വരും ജീവിതത്തിൽ, ഇതിനൊക്കെ അപ്പുറം വരൂലേ. അപ്പം അതുകൊണ്ട് അതും ഇതുമായിട്ട് ബന്ധമില്ല. അത് മാനസിക രോഗം വേറെ, ഇത് വേറെ. ഇതാർക്കും വരാം. നമ്മളും ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യണത് നല്ലതാണ്. നമ്മളും ഇടയ്ക്കൊന്ന് സൈക്കോളജിസ്റ്റ് പോയിട്ട് എന്താണ് എൻ്റെ പ്രശ്നം, ഒരു പ്രശ്നമില്ല, എന്നാലും എനിക്ക് പ്രോബ്ലം ഉണ്ടോ ചോദിച്ചു പോലും 10,000-5,000 കൊടുക്കണം നല്ലതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലോ മറ്റുള്ള രംഗത്തോ ഇറങ്ങിയാൽ നമുക്ക് വ്യക്തിപരമായി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റും. സുഖം എന്ന് പറഞ്ഞത് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കാം, പക്ഷെ അതിന് ആ മനസ്ഥിതി വേണം. അപ്പോൾ ആ പോളിറ്റിക്സിൽ നമുക്ക് ഏത് പാർട്ടി എന്നില്ല, ആ പോളിറ്റിക്സ് നിന്നുകൊണ്ട് നമുക്ക് വിപുലമായി ചെയ്യാൻ പറ്റും. നിങ്ങളൊരു പൈസ വിദ്യാഭ്യാസത്തിൽ മുടക്കിയാൽ അത് നിങ്ങൾക്ക് 100% അതിനപ്പുറം തിരിച്ചു തലമുറകളായിട്ട് ഇപ്പം കിട്ടിക്കൊടുക്കും.